നിങ്ങളുടെ രാശി മേടമാണോ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രത്യേക കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ഈ 3 നക്ഷത്രങ്ങളാണ് മേടം രാശിയിൽ വരുന്നത്. മേടം രാശിക്കാർ ദേവി ദുർഗയെ ഭജിക്കുന്നത് അത്യുത്തമമാണ്. ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവിയുടെ ചെറിയ മന്ത്രങ്ങൾ ചൊല്ലുന്നതും വളരെ നല്ലതാണ്. ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും, എല്ലാവിധ ഉന്നതിയും ഉയർച്ചയും ഉണ്ടാകും, എല്ലാ തടസ്സങ്ങളും മാറും. ദേവിയുടെ കടാക്ഷം എപ്പോഴും ഇവരിൽ നിറഞ്ഞു നിൽക്കും. മേടം രാശിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന രാശിയാണ് ചിങ്ങൻ രാശിക്കാരും ധനു രാശിക്കാരും. അതായത് മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരും മൂലം, പൂരാടം, ഉത്രാടം 1-ാം പാദത്തിൽ ജനിച്ചവരും മേടം രാശിക്കാരെ വളരെയധികം സ്നേഹിക്കും. ഈ നക്ഷത്രത്തിൽ പിറന്നവർ മേടം രാശിക്കാർക്ക് അനുയോജ്യരായ ജീവിത പങ്കാളികൾ ആയിരിക്കും. മേടം രാശിക്കാരുടെ ഭാഗ്യരത്നമാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ രത്നമായ റെഡ് കോറൽ, അതായത് ചെമ്പവിഴ. ചെമ്പവിഴം ധരിക്കുന്നതിൽ കൂടി ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രക്ഷ നേടാനും ആത്മവിശ്വാസം കൂടാനും ജീവിത വിജയം കൈവരിക്കാനും സാധിക്കും. ശാരീരികമായ ബലവും ആരോഗ്യസ്ഥിതിയും മെച്ചപ്പെടും. മേടം രാശിക്കാർ വെള്ളിയാഭരണങ്ങൾ ധരിക്കുന്നതിൽ കൂടി, അതായത് വെള്ളിയുടെ മാല, വള, മോതിരം ഇതൊക്കെ ധരിക്കുന്നതിൽ കൂടി മാനസികമായ സമ്മർദ്ദങ്ങളും ചിന്തകളും ഒക്കെ മാറാനും പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനും സഹായിക്കും. ഇവർ തുടർച്ചയായി വെള്ളിയാഭരണങ്ങൾ ധരിക്കുന്നതിൽ കൂടി ഇവരുടെ ഉഗ്ര സ്വഭാവം ശാന്തമാവുകയും അങ്ങനെ ഇവർക്ക് ജീവിതത്തിൽ ശാന്തി കൈവരികയും ചെയ്യും. മേടം രാശിക്കാർ സ്വർണത്തിൻ്റെ മാലയും മോതിരവും ധരിക്കുന്നത് വളരെ നല്ലതാണ്. സ്വർണ്ണമാലയും സ്വർണ്ണമോതിരവും ഒക്കെ ധരിക്കുന്നതിൽ കൂടി ഇവർക്ക് എനർജി ഉണ്ടാകുകയും സ്ഥിരത കൈവരികയും ചെയ്യും. ചെമ്പവിഴം സ്വർണത്തിൽ ധരിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റുള്ളവർക്ക് വേണ്ടി കാത്തിരിക്കുന്നതും ഇവരുടെ കുറ്റങ്ങൾ മറ്റുള്ളവർ പറയുന്നതും ഇവരെ ദേഷ്യം പിടിപ്പിക്കും. മറ്റുള്ളവർ ഇവരോട് തർക്കിക്കുന്നതും ഇവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നതും ഇവർക്ക് ഒട്ടും ഇഷ്ടമല്ല. നിർബന്ധിച്ച് ഇവരെ കൊണ്ട് ഒരു പ്രവൃത്തികളും ചെയ്യിക്കുവാൻ സാധ്യമല്ല. എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിൽ സ്നേഹപൂർവ്വം പെരുമാറിയാൽ മാത്രമേ അത് സാധിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ. ജീവിതത്തിൽ ആരെയെങ്കിലും ഇവർ സ്വന്തമായി കണ്ടു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ആ ബന്ധത്തെ അവർ നിലനിർത്തും. മേടം രാശിക്കാർ പുറമേ വളരെ ഗൗരവക്കാരായി തോന്നുമെങ്കിലും ഉള്ളുകൊണ്ട് ഇവർ വളരെ ലോലഹൃദയരാണ്. വളരെ കരുണ നിറഞ്ഞ ഒരു ഹൃദയമാണ് ഇവർക്കുള്ളത്. അശ്വതി നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അഭിമാനികളും ധൈര്യശാലികളും ആയിരിക്കും. ഇവർ എന്ത് സാഹചര്യങ്ങളെയും ധൈര്യപൂർവ്വം നേരിടും. ഇവർ കുടുംബജീവിതത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തുന്നതോടൊപ്പം തന്നെ ഇവരുടെ കരിയറിലും ജീവിത വിജയത്തിലും വേണ്ടതുപോലെ ശ്രദ്ധിച്ചിരിക്കും. മേടം രാശിയിലെ സ്ത്രീകളുടെ കലഹ സ്വഭാവവും നിർബന്ധ ബുദ്ധിയും ഇടയ്ക്കിടയ്ക്ക് ചില പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. മേടം രാശിക്കാർ വളരെ ഉത്സാഹഭരിതരായതിനാൽ ഇവർക്ക് ബിസിനസ്, രാജനീതി, സേന, സ്പോർട്സ് എന്നീ മേഖലകളിൽ നല്ലതുപോലെ ശോഭിക്കും. മേടം രാശിക്കാരുടെ വിവാഹം 32 വയസ്സിനുള്ളിൽ നടന്നിരിക്കും. നല്ല ജീവിത പങ്കാളികളെ കണ്ടെത്തുകയാണെങ്കിൽ അതിനു മുൻപും നടക്കാൻ സാധ്യതയുണ്ട്. മേടം രാശിയിലുള്ള സ്ത്രീകൾക്ക് 2-3 കുട്ടികൾ ഉണ്ടാകും. കുട്ടികളെ നേർവഴിയിൽ നയിക്കുകയും അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ടത്ര സ്നേഹവും പരിഗണനയും എല്ലാ കാര്യങ്ങളിലും അവർക്ക് വേണ്ടത്ര പ്രോത്സാഹനം നൽകുകയും ചെയ്യും. മേടം രാശിക്കാരുടെ ജാതകത്തിൽ ചൊവ്വാഗ്രഹവുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ചൊവ്വാഴ്ച ഇവർക്ക് ഏറ്റവും നല്ല ദിവസമാകുന്നു. അതുപോലെ തന്നെ വ്യാഴാഴ്ചയും ഞായറാഴ്ചയും ഇവർക്ക് നല്ല ദിവസങ്ങളാകുന്നു. വെള്ളിയാഴ്ച ഇവർക്ക് അശുഭ ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം മേടം രാശിക്കാർക്ക് ശുഭകാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് നല്ലതല്ല. ചിങ്ങൻ രാശിയും ധനുരാശിയും ഇവരുടെ മിത്രങ്ങളാണെങ്കിൽ കന്നി രാശിയും മകരം രാശിയും ഇവരുടെ ശത്രുക്കളാണ്. ഉത്രം മുക്കാല്, അത്തം ചിത്തിരയുടെ ആദ്യ പകുതി, ഉത്രാടം അവസാനത്തെ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി ഈ 6 നക്ഷത്രങ്ങൾ ഇവരുടെ ശത്രു നക്ഷത്രങ്ങളാണ്. ഇവരുമായുള്ള യാതൊരുവിധ ബന്ധങ്ങളും ഇവർക്ക് ശുഭമായിരിക്കില്ല. മേടം രാശിക്കാർ എപ്പോഴും സ്വതന്ത്രരായി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവർ അവരുടേതായ രീതികളിൽ എല്ലാ പ്രവൃത്തികളും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇവർ സമൂഹത്തിലെന്നും സ്വന്തം ആത്മാഭിമാനത്തെ കാത്തു സൂക്ഷിക്കുകയും ചതി, വഞ്ചന എന്നീ പ്രവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്നും ഉയർന്ന ജീവിത നിലവാരം പുലർത്തുകയും ചെയ്യും. വളരെ ബുദ്ധിമുട്ടുള്ള പ്രവൃത്തികൾ പോലും ഇവർ ഏറ്റെടുത്ത് സ്വന്തം കഴിവിൽ
അവർ അത് പൂർണ്ണതയിലെത്തിക്കുകയും ചെയ്യും. എന്ത് പ്രതിബന്ധങ്ങളെയും നേരിടാനുള്ള പ്രത്യേകമായ കഴിവ് ഇവർക്കുണ്ട്. ഇവരുടെ ദീർഘവീക്ഷണവും പെട്ടെന്ന് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഇവരുടെ കഴിവും ഇവരെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കി മാറ്റുന്നു. ഇവരുടെ ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ഓർഗൻ ഇവരുടെ തലയും നെറ്റിയുമാണ്. തലവേദന, മൈഗ്രെയിൻ, തലയ്ക്ക് തട്ടും മുട്ടുമൊക്കെ കൊള്ളാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് പോലും ഇവർ ടെൻഷൻ എടുക്കുകയും അതിനെക്കുറിച്ച് വളരെയധികം ചിന്തിച്ച് അസ്വസ്ഥരാകുകയും ചെയ്യും. ചിന്തകളൊന്നുമില്ലാതെ സ്വതന്ത്രമായ മനസ്സോടുകൂടി വിശ്രമിക്കുന്നതും ധ്യാനിക്കുന്നതുമൊക്കെ ഇവർക്ക് വളരെയേറെ ആരോഗ്യപരമായി ഗുണം ചെയ്യും. മേടം രാശിക്കാർക്ക് 2025 ഏപ്രിൽ മാസം മുതൽ വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹത്താൽ സമയം വളരെ അനുകൂലമായി മാറും. ഈ സമയം ധൈര്യപൂർവ്വം അവരവരുടെ ജോലികൾ നിർവഹിക്കണം. മേടം രാശിക്കാർ ചുവപ്പ്, ഓറഞ്ച്, വെള്ള ഈ 3 കളറിലെ വാഹനങ്ങളാണ് എടുക്കേണ്ടത്. അത് ശുഭമുഹൂർത്തം നോക്കി മാത്രമേ എടുക്കാവുള്ളൂ. മേടം രാശിക്കാർ ചുവപ്പ് വസ്ത്രങ്ങൾ, ചക്കര, ചെമ്പ് എന്നിവ മറ്റുള്ളവർക്ക് ദാനം നൽകുന്നത് വളരെ നല്ലതാണ്. ഈ സാധനങ്ങൾ ചൊവ്വാഴ്ച ദിവസം ദാനം ചെയ്യുന്നത് അവർക്ക് ഗുണം ചെയ്യും. അതുപോലെ തന്നെ അനാഥരായ കുട്ടികൾക്ക് അന്നദാനം നൽകുന്നതും വളരെ നല്ലതാണ്. ഒരു കാരണവശാലും ഉപ്പ്, പാല്, വെളുത്ത വസ്ത്രങ്ങൾ എന്നിവ മറ്റുള്ളവർക്ക് ദാനമായി കൊടുക്കാൻ പാടില്ല. ഈ 3 സാധനങ്ങൾ ദാനം ചെയ്യുന്നതിൽ കൂടി അവർക്ക് മാനസികമായി അശാന്തി ഉണ്ടാകുകയും മനസ്സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യും. മേടം രാശിക്കാർ ചൊവ്വാഴ്ച ദിവസം വ്രതമെടുക്കുന്നത് വളരെ നല്ലതാണ്. ആ ദിവസം ദുർഗാദേവിയുടെ ക്ഷേത്രത്തിലും ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രത്തിലും ദർശനം നടത്തുന്നതും നല്ലതാണ്. ഇങ്ങനെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതിൽ കൂടി മനസ്സമാധാനം കൈവരികയും സാമ്പത്തിക ഉയർച്ചയുണ്ടാകുകയും ചെയ്യും. മേടം രാശിക്കാർ നെറ്റിയിൽ ചന്ദനത്തിൻ്റെ കുറി തൊടുന്നതും ആ കുറിയുടെ നടുവിലായി കുങ്കുമം തൊടുന്നതും വളരെ ഐശ്വര്യപ്രദമായിരിക്കും. മേടം രാശിക്കാർ കൈകളിൽ ചെമ്പുവള ധരിക്കുന്നത് നല്ലതാണ്. ചൊവ്വാഴ്ച ദിവസം വേണം ഇതാദ്യമായി ധരിക്കാൻ. നെഗറ്റീവ് എനർജിയെ അകറ്റി മാറ്റാൻ ഇത് സഹായിക്കും. രക്തചന്ദനത്തിൻ്റെ മാല ധരിക്കുന്നത് നല്ലതാണ്. എപ്പോഴും ധരിച്ചുകൊണ്ട് നടക്കാൻ താല്പര്യമില്ലാത്തവർ നാമജപവും മന്ത്രജപവും നടത്തുന്ന സമയത്ത് ധരിക്കുന്നതും നല്ലതാണ്. ശരീരശുദ്ധിയോടുകൂടി രാവിലെയോ വൈകിട്ടോ വിളക്കിന് മുന്നിലിരുന്ന് കുജഗായത്രി മന്ത്രം ചൊല്ലുന്നത് നല്ലതായിരിക്കും. മേടം രാശിക്കാർ ചുവപ്പ്, ഓറഞ്ച്, വെള്ള എന്നീ കളറുകളിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കേണ്ടത്. വിശേഷ ദിവസങ്ങളിൽ ചുവപ്പ് ധരിക്കുന്നതാണ് ഉത്തമം. ചുവപ്പ്, വെള്ള, ഓറഞ്ച് ഈ 3 നിറങ്ങൾ ഇവരുടെ ഭാഗ്യ നിറങ്ങളാണ്. മേടം രാശിക്കാരുടെ ഏറ്റവും വലിയ ബലഹീനതയാണ് അവരുടെ ദേഷ്യം. കോപത്താൽ നിയന്ത്രണം വിട്ട് സംസാരിക്കുകയും ആലോചിക്കാതെ പല തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും. അതുപോലെ മറ്റൊരു സ്വഭാവമാണ് ഇവരുടെ നിർബന്ധ ബുദ്ധിയും കടുംപിടുത്തവും. ഈ സ്വഭാവ രീതികളൊക്കെ അവരുടെ ജോലിയെയും ബന്ധങ്ങളെയും പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാറുണ്ട്. മേടം രാശിക്കാർക്ക് 19 വയസ്സ്, 28 വയസ്സ്, 37 വയസ്സ്, 55 വയസ്സ് എന്നീ പ്രായങ്ങളിൽ അപാരമായ ധനം ഇവരുടെ കൈവശം വന്നു ചേരാൻ യോഗമുണ്ട്. മേടം രാശിക്കാർ അവരുടെ സ്വന്തം പ്രയത്നം കൊണ്ടാണ് സമ്പന്നരാകുന്നത്. നിങ്ങൾ വിളക്ക് കത്തിക്കുന്നിടത്ത് ലക്ഷ്മി ദേവിയുടെ ഒരു ചെറിയ ഫോട്ടോ വയ്ക്കുകയും എന്നും അമ്മയ്ക്ക് ഒരു റോസാപ്പൂ സമർപ്പിക്കുകയും ചെയ്യുന്നതിൽ കൂടി അമ്മയുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുകയും അമ്മയുടെ അനുഗ്രഹത്താൽ കൂടുതൽ ധനം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെട്ടു വരികയും ചെയ്യും. മേടം രാശിക്കാർ നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും പ്രോട്ടീൻ കൂടുതലടങ്ങിയ ഭക്ഷണങ്ങളും ഇലക്കറികളും ഫലമൂലാദികളും കഴിക്കുകയും വേണം. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ഈ 3 നക്ഷത്രത്തിൽ വരുന്ന ആൾക്കാരെ നമുക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാം. ഇവർ ഒരിക്കലും വിശ്വാസവഞ്ചന ചെയ്യുകയില്ല. വളരെയധികം വിശ്വസ്തതയും സത്യസന്ധതയും പുലർത്തുന്ന ഇക്കൂട്ടർ മറ്റുള്ളവരെ വഞ്ചിക്കുകയില്ല. വളരെയധികം സത്യസന്ധരും വിശ്വസ്തരുമായ ഇവർ വിശ്വാസവഞ്ചന ചെയ്യുകയില്ല. അവർ പറയുന്ന വാക്ക് പാലിച്ചിരിക്കും. അത്യധികം ധൈര്യശാലികളായ ഇക്കൂട്ടർ ഏറ്റെടുക്കുന്ന കർത്തവ്യങ്ങളിൽ നിന്നും പിന്മാറുകയില്ല. ഇവർക്കൊപ്പം നിൽക്കുന്നവരെ ഇവർ ഒരിക്കലും കൈവെടിയുകയില്ല.
ഏത് ദുർഘട നിമിഷത്തിലും ഏത് പരിതസ്ഥിതിയിലും ഇവർ ബന്ധുജനങ്ങൾക്കൊപ്പം നിലകൊള്ളും. ഇളം പരിമളമേകുന്ന പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നത് ഇവരുടെ വ്യക്തിത്വത്തെ ഉയർത്തിക്കാണിക്കും. മറ്റുള്ളവരുടെ സ്വഭാവത്തെ പരിപൂർണമായി മനസ്സിലാക്കിയെടുക്കാനുള്ള കഴിവ് ഈ മേടം രാശിക്കാർക്ക് ഉണ്ട്. മേടം രാശി ചൊവ്വാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ആഴ്ചയിൽ ചൊവ്വാഴ്ച ദിവസം ഏറ്റവും ശുഭകരമായ ദിവസമാണ്. മേടം രാശിക്കാർ ബുദ്ധികൂർമ്മതയുള്ളവരും എന്ത് കാര്യങ്ങളും വളരെ വേഗം മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ളവരും ആകുന്നു. എല്ലാ കാര്യങ്ങളും വളരെ വേഗം മനസ്സിലാക്കിയെടുക്കാനും അതിന് വളരെ പെട്ടെന്ന് തന്നെ ശരിയായ തീരുമാനത്തിലെത്താനുമുള്ള ഒരു പ്രത്യേക കഴിവും ഇവർക്കുണ്ട്. മേടം രാശിക്കാർക്ക് മാർച്ച്, ഏപ്രിൽ മാസങ്ങൾ വളരെ നല്ല മാസങ്ങളാകുന്നു. ഈ സമയത്ത് ഇവർക്ക് പുതിയ എന്തെങ്കിലുമൊക്കെ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വളരെ നല്ല സമയം ആയിരിക്കും. മേടം രാശിക്കാർ വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ മുഖ്യ എൻട്രൻസ് കിഴക്ക് ഭാഗത്തേക്കാകുന്നത് വളരെ നല്ലതാണ്. ഇത് പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ വളരെയേറെ സഹായിക്കും. വടക്ക് കിഴക്ക് ഭാഗത്തും എൻട്രൻസ് വയ്ക്കുന്നത് കുഴപ്പമില്ല. വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നെല്ലി വെച്ച് വളർത്തുന്നത് മേടം രാശിക്കാർക്ക് വളരെ നല്ലതാകുന്നു. മേടം രാശിക്കാർ കറുത്ത വസ്ത്രങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കരുത്. 9, 18, 27 എന്നീ സംഖ്യക്കാരുമായുള്ള ബന്ധം ഇവർക്ക് ശുഭപ്രദമായിരിക്കും. ഇവർ ധരിക്കേണ്ട രത്നം റെഡ് കോറൽ, അതായത് ചെമ്പവിഴം ആണ്. ഇവരുടെ ചോയ്സിനനുസരിച്ചുള്ള പെർഫ്യൂമുകൾ ഉപയോഗിക്കുന്നത് ഇവരുടെ വ്യക്തിത്വത്തെ ഉയർത്തിക്കാണിക്കും. ഇവർ വീടിന് വെളിയിൽ പോകുമ്പോൾ ചുവന്ന കളറിലെ ഒരു തൂവാല പേഴ്സിലോ പോക്കറ്റിലോ ഒക്കെ കരുതുന്നത് നല്ലതായിരിക്കും. മേടം രാശിക്കാർ അറിയാനുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.